ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സമയം ഇപ്പോൾ 11:55. ഞങ്ങൾ ഇന്ന് നാട്ടിൽ പോവാം. ഞങ്ങൾ ആക്ച്വലി ഇത് ആരോടും പറഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണം ആയതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് വീട്ടിലും ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഗോ ടുഗദർ ടു കേരള. എന്താവുമെന്നറിയില്ല, കണ്ടറിയാം. നമ്മൾ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഓണം ആയതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു. അങ്ങനെ നമ്മൾ ടാക്സിയൊക്കെ പിടിച്ച് നേരെ ഹെൽസിങ്കി എയർപോർട്ടിലോട്ട് എത്തി. നമ്മുടെ വീടും ഹെൽസിങ്കി എയർപോർട്ടായിട്ട് ഒരു 50 കിലോമീറ്റേഴ്സോളം ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ടാക്സിയൊക്കെ പിടിച്ച് എത്തുകയായിരുന്നു. നമ്മുടെ ഫ്ലൈറ്റ് ടൈം 16:40 ആയിരുന്നു. നമ്മൾ ഖത്തർ എയർവേസ് ആയിരുന്നു എടുത്തത്. അതായത് ഹെൽസിങ്കി ടു ദോഹ ടു കൊച്ചി വരെയുള്ള ഫ്ലൈറ്റ് ആയിരുന്നു. അങ്ങനെ ഫൈനലി കുറേ നേരം വെയിറ്റ് ചെയ്ത് നമ്മുടെ ഫ്ലൈറ്റ് യാത്രയൊക്കെ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് 7 മണിക്കൂറിൻ്റെ യാത്ര ആയതുകൊണ്ട് തന്നെ നമുക്ക് ബോറടിക്കാൻ തുടങ്ങി. അപ്പോൾ പതിയെ നമ്മൾ കുറച്ച് കാർഡ് ഗെയിംസ് ഒക്കെ കളിക്കാൻ തുടങ്ങി. പിന്നെ ആംഗ്രി ബേർഡ്സും കളിച്ചു. അങ്ങനെ കുറച്ച് പടമൊക്കെ കണ്ടു തുടങ്ങിയപ്പോഴത്തേക്കും ഫുഡ് വന്നത് നമ്മുടെ മെനുവിലുള്ളത് സ്റ്റീംഡ് റൈസ് വിത്ത് ചിക്കൻ കറി ആൻഡ് ചില്ലി ആയിരുന്നു. അതിൻ്റെ കൂടെ സാലഡും ബ്രെഡും പിന്നെ അവർ ഡെസേർട്ടായിട്ടൊരു ചോക്ലേറ്റും കൂടെ തന്നപ്പം നമ്മൾ ഡബിൾ ഹാപ്പിയായി. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പം ഇരിക്കുകയാണ്. ഇനി ഏകദേശം 5.5 മണിക്കൂറോളം ഉണ്ട് ദോഹ വരെ എത്താനായിട്ട്. ഫുഡ് അടിപൊളിയായിരുന്നു. ഫുഡ് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് റെസ്റ്റൊക്കെ എടുത്തു. അതേ നമ്മൾ പുറത്ത് നോക്കിയപ്പോഴത്തേക്കും ദോഹ എത്തിയിട്ട് നമ്മൾ നേരെ കുറച്ച് വിൻഡോ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് നമ്മുടെ ലേ ഓവർ ടൈം 2 hours ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സമയം ഉണ്ടായിരുന്നു. ദോഹ എയർപോർട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പോയിട്ടില്ലെങ്കിൽ ഒന്ന് പോകേണ്ടത് തന്നെയാണ് അവിടെ. ഗൈസ്, ഒരു സംഭവം സംഭവിച്ചു, ഞാൻ പറയാം കേട്ടോ. ഞാൻ ആദ്യം നിൽക്കുകയും തോമാച്ചൻ എൻ്റെ പുറകെ നിൽക്കുകയായിരുന്നു. ഞാനിപ്പം ബോർഡിംഗ് പാസ്സൊക്കെ കാണിച്ചിട്ട് അകത്തോട്ട് കയറി. പക്ഷേ ഞാൻ നോക്കുമ്പോൾ തോമാച്ച കുറേ നേരമായിട്ട് അവിടെ സ്റ്റക്ഡാണ്. ഇതൊക്കെയോ സ്റ്റാഫിനോട് കോളിൽ, അതായത് അവരുടെ തന്നെ ഫോണിൽ സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ടെൻഷനായി. എന്താ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനാണെങ്കിൽ ഗ്ലാസ് ഡോറിൻ്റെ പുറകെയും. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ ആ ഗ്ലാസ് ഡോറിൽ നിന്ന് ഞാൻ മുന്നോട്ട് പോയിട്ട്, എനിക്കാണെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആണ്, എനിക്ക് പോകാൻ പറ്റില്ല. അപ്പം ഞാൻ പോയിട്ട് ഞാൻ അവിടെ നിൽക്കുമായിരുന്നു ഒരു സൈഡിൽ. എന്നിട്ട് ഞാൻ കേൾക്കുമായിരുന്നു ഇവരുടെ കൺവെർസേഷൻ ലഗേജസിനെ കുറിച്ചായിരുന്നു. നമ്മുടെ ലഗേജ് 2 പെട്ടികളുണ്ടായിരുന്നു. അപ്പം നമ്മൾ 2 പെട്ടീനെ കുറിച്ചായിരുന്നു. അപ്പം ഞാൻ ഓർത്തു ഇനി പെട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയോ എന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ എനിക്ക് ഒരു ഭാഗം മനസ്സിലാവുന്നില്ല. തോമാച്ചനും കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പം മനസ്സിലാവാത്ത സ്ഥിതിക്ക് ഞാൻ അവരോട് ചോദിച്ചു, ഇസ് ദെയർ എൻ ഇഷ്യൂ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നോ ദെയർ ഇസ് നോ ഇഷ്യൂ, ഹി ഈസ് ഗോട്ട് എൻ അപ്ഗ്രേഡ് ഫോർ ബിസിനസ് ക്ലാസ് എന്ന്. ഞാൻ അയ്യോ എന്തായിപ്പോയ. ഓക്കെ ഫൈൻ. ഞാൻ ഒത്തിരി ഹാപ്പിയായി. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ തന്നെ ഇക്കണോമിയിൽ ഇരിക്കണമല്ലോ എന്നൊരു തോട്ട് എൻ്റെ മനസ്സിൽ വന്നു. ആ ഒരു സർപ്രൈസിങ് സംഭവമായിരുന്നു നമുക്ക് ഇങ്ങോട്ട് കിട്ടിയത്. അടിപൊളി. A few moments later. അങ്ങനെ ദോഹയിൽ നിന്ന് നമ്മൾ കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് കയറി. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ഒരു വീഡിയോയും, അതായത് എൻ്റെ ഫുഡിൻ്റെ വീഡിയോ, യാത്രയുടെ വീഡിയോ ഒന്നും തന്നെ എടുക്കാൻ ഒരു മൂഡും ഇല്ലായിരുന്നു. പക്ഷേ തോമാച്ചി അവിടെ ബിസിനസ് ക്ലാസ്സിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ വീഡിയോസും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തോമാച്ചി അടിപൊളിയായിട്ട് കഴിച്ച് നമ്മൾ നേരെ കൊച്ചിയിലോട്ടെത്തി.
കൊച്ചിയിലോട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഫ്രണ്ട്സ് പിക്ക് ചെയ്യാൻ വന്നു. അവരുടെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ ട്രിവാൻഡ്രത്തേക്ക് പോവുമായിരുന്നു. ഞങ്ങളിപ്പോൾ നമ്മുടെ കസിൻ ചേട്ടൻ വന്നിട്ടുണ്ടായി. അതായത് നമ്മൾ ഒരാളോട് മാത്രം പറയാമെന്ന് വിചാരിച്ചു. കാരണം രാവിലെ ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്തിട്ട് ചേട്ടായി രാവിലെ അപ്പയുടെ അമ്മയുടെ അടുത്ത് പോയിട്ട് ഒന്ന് പതുക്കെ നമ്മൾ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിവിടെ കാറിൽ വെയിറ്റ് ചെയ്യുക. പ്ലാൻ അനുസരിച്ച് ചേട്ടായി ഒരു മിസ് കോൾ വരും. ഒരു മിസ് കോൾ തന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയായിരിക്കും. അങ്ങനെയാണ് പ്ലാൻ. അപ്പം നമുക്ക് കാണാം. ഞങ്ങളിപ്പം വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുന്ന വഴിയാണ്. ഹാപ്പി ഓണം. എന്നെ കൊണ്ട് ഇന്നലെ പാക്ക് ചെയ്യിപ്പിച്ചു. ഞാൻ സ്വപ്നം ഇതുവരെ എവിടെയായിരുന്നു നിങ്ങള്? അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിനും കൂടെ ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് പോയായിരുന്നു. ഈ മുറിയില് ആരും പറഞ്ഞിട്ടില്ല. അവിടെ ഇപ്പൊ ഞെട്ടിച്ചിട്ട് ഞങ്ങള് വരുന്ന വഴിയാ. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഓണം റെഡി ആയിരിക്കുകയാണ്. ഞങ്ങൾ ഇന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ ഓണം ആഘോഷിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ കൊല്ലം രാവശ്ലോട്ട് എത്തിയിട്ട് നേരെ നമ്മുടെ സദ്യയിലോട്ടായിരുന്നു നമ്മുടെ ഫോക്കസ്. സദ്യക്ക് മുന്നുള്ള പ്രിപ്പറേഷൻസ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫ്രീ ആയിട്ട് കഴിക്കണമല്ലോ, പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. അടിപൊളി സദ്യയായിരുന്നു. ഇത്രയും ഐറ്റംസ് ഉള്ള ഒരു സദ്യ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. സാധാരണ നമുക്ക് ശർക്കര പുരട്ടിയും ചിപ്സും ഒക്കെ ആണല്ലോ. ഇത്തവണ നമുക്ക് ഉണ്ണിയപ്പം, പരിപ്പ് വട, അങ്ങനത്തെ പല പല വിധങ്ങളായിട്ടുള്ള ഒരു സദ്യയായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു എല്ലാത്തിനും. അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞു. നേരെ നമ്മൾ മാവേലിയും പുലിക്കളിയും കുറച്ച് ഡാൻസ് പരിപാടികളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് നേരെ ഞങ്ങൾ നമ്മുടെ റൂമിലേക്കായിരുന്നു പോയത്. നമ്മളവിടെ പ്ലാൻ ചെയ്തത് ഒരു 1 day സ്റ്റേ ആയിരുന്നു. അടിപൊളി വ്യൂ ആയിരുന്നു, പറയാണ്ടിരിക്കാൻ വയ്യ. നമ്മുടെ റൂമിലെ ബാൽക്കണി വ്യൂ ആയിരുന്നു ഇത്. ഞങ്ങൾക്കൊരു കിഡിലൻ ലേക്ക് വ്യൂ ആയിരുന്നു നമ്മുടെ റൂമിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഇത്തവണത്തെ ഓണം പുറത്താക്കാമെന്ന് ഓർത്തിട്ട് ചെയ്ത ഒരു ഡിഫറെൻറ്റ് പരിപാടിയായിരുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ ബുക്കിങ്ങിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിട്ട് 1 hour കോംപ്ലിമെൻ്ററി ബോട്ട് റൈഡ് ആയിരുന്നു കേട്ടോ.
അടിപൊളിയായിട്ട് ഫാമിലിയുടെ കൂടെ അഷ്ടമുടി ലേക്ക് ഫുള്ള് നമ്മൾ എക്സ്പ്ലോർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു അടിപൊളി ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ നമുക്ക് സൈഡിൽ അവർ ചായയും ചെറുകടിയും സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വൈകിട്ടായപ്പോഴത്തേക്ക് നമ്മൾ കാവാന്ന് പറഞ്ഞ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരു ഡ്രീം ഓണം സെലിബ്രേഷൻ ആയിരുന്നു കൊല്ലം റാവസിൽ നമ്മൾ സ്പെൻഡ് ചെയ്തത്. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മുടെ റാവസിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് ആയിരുന്നു മെയിൻ ബൈ ഷെഫ് പിള്ളൈ. എന്റെയും തോമാച്ചിയുടെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ തന്നെയായിരുന്നു. നമ്മൾ ഇതുവരെ പോയിട്ടില്ല. വൺസ് ഇൻ എ ലൈഫ് ടൈം നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ച ഒരു സ്ഥലമായിരുന്നു. എന്നാലും റാവസിന്റെ ഇത്രയും അടുത്തായിരുന്നു എന്ന് നമുക്ക് ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ പോയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു. പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, കണ്ണടച്ച് അങ്ങോട്ട് ഓർഡർ ചെയ്യുകയായിരുന്നു. അങ്ങനെ നത്തോലി ഫ്രൈ, പ്രോൺസ് റോസ്റ്റ്, ബീഫ് റോസ്റ്റ്, ചട്ടിയിലെ മീൻ കറി, കരിമീൻ ഫ്രൈ, അപ്പം, നെയ്ച്ചോറ്, അങ്ങനെ കിട്ടാവുന്ന എല്ലാം നമ്മൾ ഓർഡർ ചെയ്തു. ഓണം കഴിഞ്ഞിട്ടുള്ള ദിവസമായതുകൊണ്ട് തന്നെ ഭയങ്കര റഷായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നെങ്കിൽ തന്നെ ഭക്ഷണങ്ങളെല്ലാം തീരാറായിരുന്നു. അപ്പൊ നമുക്ക് കിട്ടാവുന്നത് മാക്സിമം നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു. അങ്ങനെ ആ പ്രോൺസ് റോസ്റ്റിന്റെ പാത്രത്തിന്റെ അവസാനത്തെ ഗ്രേവി വരെ വടിച്ചെടുക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഷ്ടമുടി ലേക്കിനോട് ചേർന്നിരിക്കുന്നത് തന്നെയാണ് ഈ മെയിൻ റെസ്റ്റോറൻറ്റും. നല്ല രസമുള്ളൊരു വ്യൂ ആണ് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങളൊരു ബ്യൂട്ടിഫുൾ ഓണം ഫാമിലി ടൈം ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് പപ്പ മമ്മീനോട് ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ നേരെ ട്രിവാൻഡ്രത്തിലോട്ടാണ് തിരിച്ചു വിട്ടത്. ട്രിവാൻഡ്രത്ത് ചെന്നപ്പം അതിലും കിടിലനായിട്ടൊരു സംഭവം അന്നുണ്ടായിരുന്നു, ഓണം ഡ്രോൺ ഷോ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഒരിക്കലും ഇത് എക്സ്പെക്ട് ചെയ്തില്ല നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു ഡ്രോൺ ഷോ ഉണ്ടാവുമെന്ന്. ഇതൊക്കെ നമ്മൾ ദുബൈയിലും പല പല വേറെ കൺട്രീസിലുമാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. പക്ഷെ നാട്ടിൽ ഞാനിത് ആദ്യമായിട്ടായിരുന്നു എക്സ്പീരിയൻസ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ട്രിവാൻഡ്രം സിറ്റിയിലോട്ടായിരുന്നു. ലൈഫിൽ ഒരിക്കലെങ്കിലും ഈ ഓണം ലൈറ്റ്സ് ട്രിവാൻഡ്രത്തിൽ കണ്ടിരിക്കേണ്ടതാണ്. ഞാൻ ഇതുവരെ ട്രിവാൻഡ്രം ഓണം ലൈറ്റ്സിനെ കുറിച്ച് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ട്രിവാൻഡ്രം ഫുൾ ഇങ്ങനെ ലൈറ്റ്സ് ആയിട്ട് ഇലുമിനേറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും, അത് തന്നെ ഒരു കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അനങ്ങാതെ തുടങ്ങാതെ കുത്തിക്കുത്താനവരമ്പത്ത് അപ്പം ചുട്ടു കളിക്കും നേരത്ത് പത്തായപ്പുഴ താക്കോൽ ചാരത്ത് കൊമ്പത്തമ്മവരമ്പത്ത് കുത്തിക്കുത്താനവരമ്പത്ത് അപ്പം ചുട്ടു കളിക്കും നേരത്ത് പത്തായപ്പുഴ താക്കോൽ ചാരത്ത് അച്ഛൻ കൊമ്പത്തമ്മവരമ്പത്ത്. കലവറ നിലവറ തുറന്നാൽ കണ്ണഞ്ചിക്കും നിധി കാണും. ഇരുചെവി മറുചെവി അറിഞ്ഞാൽ കാര്യമാകും കളിമാറും. കലവറ നിലവറ തുറന്നാൽ കണ്ണഞ്ചിക്കും നിധി കാണും. കണ്ണഞ്ചിക്കും നിധി കാണും. ഇരുചെവി മറുചെവി അറിഞ്ഞാൽ കാര്യമാകും കളിമാറും. കാര്യമാകും കളിമാറും. കദളിവാഴക്കുലയുണ്ട്, കാട്ടുഞാവൽ പഴമുണ്ട്, അവനുണ്ട് മലരുണ്ട്, അരവണ പായസമുണ്ട്. അങ്ങനെ വയറു നിറയെ ഫുഡും മനസ്സ് നിറയെ മെമ്മറീസുമായിട്ടാണ് നിങ്ങൾ തിരിച്ചു പോകുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാടൊന്നും ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു ഓണം സെലിബ്രേഷൻ ഹോൾഡ്സ് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ട്. അത് പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം ഇത്തവണ കുറച്ച് ദിവസം മാത്രമേ നമ്മൾ നാട്ടിലുണ്ടായിട്ടും നമ്മളത് മാക്സിമം എൻജോയ് ചെയ്തു. കൂടുതലും ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്തു ടൈം.
അപ്പം അതിന് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. Good morning, ladies and gentlemen, and welcome aboard the Spinnair 113 flight to Helsinki. Welcome our Spinnair 113 flyers aboard. റെക്കോർഡായെന്ന് അറിയണം.